ഹലോ എവ്രിവൺ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് യു കെയിലെ ഹെൽത്ത് സിസ്റ്റത്തിനെ കുറിച്ചിട്ടാണ്. ഹെൽത്ത് സിസ്റ്റത്തിനെ കുറിച്ച് സംസാരിക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ ഞാൻ യു കെയിലെ ഹെൽത്ത് സിസ്റ്റം അനലൈസ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ ക്രിട്ടിസൈസ് ചെയ്യാനോ ഫീഡ്ബാക്ക് തരാനോ ഒന്നുമല്ല ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് മെയിനായിട്ടും GP രജിസ്ട്രേഷനെ കുറിച്ചിട്ടും താമസം മാറുമ്പോൾ നമ്മൾ GP മാറുന്നതിനെ കുറിച്ചിട്ടും വിസിറ്റിംഗ് വിസയിൽ വരുന്നവർക്ക് GP രജിസ്ട്രേഷൻ പറ്റുമോ എന്നുള്ളതും അതിൻ്റെ ഒപ്പം തന്നെ NHSന്റെ മൈ ഹെൽത്ത് റെക്കോർഡ്സ് നമുക്ക് എങ്ങനെ ചെക്ക് ചെയ്യാം എന്നുള്ളതൊക്കെയാണ്. നിങ്ങൾ UK, അയർലൻഡ്, USA, കാനഡ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് പോലെയുള്ള രാജ്യങ്ങളിലേക്ക് പഠിക്കാൻ പോകുന്ന അല്ലെങ്കിൽ പഠിക്കാൻ വന്ന സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ നാട്ടിൽ നിന്നേ നിങ്ങൾ ഇവിടെ ഒരു അക്കോമഡേഷൻ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എനിക്ക് മനസ്സിലാവും. അത് ഓൾറെഡി അനുഭവിച്ചിട്ടുള്ള ഒരാളെന്നുള്ള നിലയിൽ എനിക്കത് കംപ്ലീറ്റ്ലി അണ്ടർസ്റ്റാൻഡബിൾ ആണ്. സോ നിങ്ങളുടെ ടാസ്ക് കുറച്ച് എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് ആംബർ സ്റ്റുഡൻറ് അക്കോമഡേഷൻസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ക്യാമ്പസിനോട് അടുത്ത് സേഫ് ആൻഡ് സെക്യൂർ ആയിട്ടുള്ള കുറച്ച് അക്കോമഡേഷൻസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ആംബർ സ്റ്റുഡൻറ് അക്കോമഡേഷൻസിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് 24/7 അവരുടെ സപ്പോർട്ട് അവൈലബിൾ ആണെന്നുള്ളതും അവരുടെ ഓരോ ലിസ്റ്റിംഗ്സും വെരിഫൈഡ് ആണെന്നുള്ളതുമാണ്. അതുപോലെ തന്നെ ആംബർ സ്റ്റുഡൻറ് അക്കോമഡേഷൻസിൽ കാണിച്ചിരിക്കുന്ന റെന്റ് എന്ന് പറയുന്നത് ഇൻക്ലൂഡിംഗ് ഓൾ യൂട്ടിലിറ്റി ബിൽസ് ആണ്. അവരുടെ ബുക്കിംഗ് ഭയങ്കര ഈസി ആൻഡ് ഹസൽ ഫ്രീ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. നിങ്ങൾ എന്തായാലും ചെക്ക്ഔട്ട് ചെയ്ത് നോക്കണം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. യു കെയിൽ പുതുതായിട്ട് വരുന്ന ആൾക്കാർക്ക് എസ്പെഷ്യലി സ്റ്റുഡൻസിന് GPയിൽ എങ്ങനെയാണ് കോണ്ടാക്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഒരു അപ്പോയിൻമെന്റ് എങ്ങനെയാണ് നമുക്കൊരു ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ ഒരു GPയിൽ എടുക്കേണ്ടത് എന്നൊക്കെ ഉള്ളതിനെ കുറിച്ച് വ്യക്തമായ ഒരു ധാരണ ഉണ്ടാകാൻ യാതൊരു സാധ്യതയില്ല. കഴിഞ്ഞ 3 വർഷമായിട്ട് യു കെയിൽ ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ ഞാനൊരു സ്റ്റുഡൻ്റ് ആയിട്ട് വന്നിട്ട് ഏകദേശം ഒരു 1.5 വർഷം കഴിഞ്ഞിട്ടാണ് ഈ സിസ്റ്റം ഇവിടെ ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് ഞാൻ തന്നെ മനസ്സിലാക്കുന്നത്. സോ നിങ്ങൾ ആദ്യമായിട്ടൊക്കെ വരുമ്പോൾ ഈ ഒരു അവയർനെസ് ഇല്ലാത്തതിൻ്റെ പേരിൽ നിങ്ങൾ എന്തെങ്കിലും അസുഖങ്ങളോ വേദനകളോ ഒക്കെ വരുമ്പം സഫർ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഞാൻ കൂടുതലായിട്ടും എനിക്കിപ്പോൾ ഒരു GP അപ്പോയിൻമെൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന GPയുടെ നമ്പർ ഗൂഗിളിൽ നിന്ന് എടുക്കുക. ആ നമ്പറിൽ രാവിലെ ഒരു 8 മണിയാകുമ്പോൾ വിളിക്കുക. വെയിറ്റിംഗ് ലിസ്റ്റിലായിരിക്കും. ഒരു 5, 6, 7, 8 വരെയൊക്കെ പോയിട്ടുണ്ട് വെയിറ്റിംഗ് ലിസ്റ്റ്. എങ്കിലും നമ്മൾ സ്പീക്കറിൽ ഇട്ടിട്ട് ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യും. എന്നിട്ട് എപ്പോഴാണോ കോൾ കണക്ട് ആവുന്നത് അപ്പോൾ അവരോട് നമ്മുടെ പേരും ഡേറ്റ് ഓഫ് ബർത്തും പറയുക. അപ്പോൾ അവർ കൺസേൺ എന്താണെന്ന് ചോദിക്കും. ജസ്റ്റ് കൺസേൺ എന്താണെന്നുള്ളത് പറയുക. അപ്പോൾ അവരൊരു അപ്പോയിൻമെൻറ്റ് ടൈം തരും. മാക്സിമം അവർ വൈകുന്നേരം 5 മണിക്ക് മുമ്പ് അന്നത്തെ ദിവസം തന്നെ അപ്പോയിൻമെൻറ്റ് തരാനാണ് ശ്രമിക്കുക. ഓൾറെഡി അന്നത്തെ ദിവസത്തേക്കുള്ള അപ്പോയിൻമെൻറ്റ്സ് ഒക്കെ ഫിൽഡ് ആയി പോയിട്ടുണ്ടെങ്കിലും മാത്രമാണ് അവർ നെക്സ്റ്റ് ഡേയിലേക്ക് ഒരു അപ്പോയിൻമെൻറ്റ് തരാം. പിന്നെ വേറെ എമർജൻസി ഒന്നും അല്ലാത്ത കേസസ് ആണ്, ഫോളോ അപ്പ് ആണ്, അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി ഒരു പ്രാവശ്യം ഡോക്ടറെ കണ്ടതാണ്, അങ്ങനെയുള്ള കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ പിന്നെയും വിളിക്കുന്നതെന്നുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ ഒരു 2 വീക്സ് കഴിഞ്ഞിട്ടുള്ള ഒരു അപ്പോയിൻമെൻ്റ് ഒക്കെ ആയിരിക്കും തരുന്നത്. പിന്നെ നമ്മൾ വിളിക്കുമ്പോൾ നമ്മൾ പറയുന്ന കൺസേൺ എമർജൻസി ആയിട്ട് അഡ്രസ്സ് ചെയ്യേണ്ടതാണ്, അതൊരു GPയിൽ വരേണ്ട കാര്യമല്ല എന്ന് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അവർ അപ്പം തന്നെ പറയും യു ഹാവ് ടു ഗോ ടു A&E. ആക്സിഡൻ്റ് ആൻഡ് എമർജൻസിയിൽ കാണിക്കേണ്ട കാര്യങ്ങളാണെങ്കിൽ അവർ അത് ഫോണിൽ കൂടെ തന്നെ പറയും. നിങ്ങൾ നേരിട്ട് A&Eയിലേക്ക് പൊക്കോ, ഇവിടേക്ക് വരണ്ട, A&Eയിൽ പോയി കാണിക്കുന്നതാണ് നല്ലതെന്നുള്ളത് അവർ പറയും. പിന്നെ 111 സർവീസ് അവൈലബിൾ ആണ്, 999 സർവീസ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് കാര്യങ്ങൾ കുറച്ചുകൂടെ ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോയിൽ കുറച്ച് സ്ക്രീൻ റെക്കോർഡിങ്സും സ്ക്രീൻഷോട്ട്സും ആഡ് ചെയ്തിട്ടുണ്ട്. അത് കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു ഐഡിയ കിട്ടും. ആദ്യം തന്നെ നമ്മൾ ഗൂഗിളിൽ പോയിട്ട് NHS 111 സർവീസസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ സെർച്ച് ചെയ്യുവാണ്. അപ്പോൾ NHS 111 ഓൺലൈനിൻ്റെ ലിങ്ക് നമുക്ക് കാണാം. നമ്മൾ ആ സൈറ്റിലേക്ക് കയറി കഴിയുമ്പോഴത്തേക്കും ഗെറ്റ് ഹെൽപ്പ് ഫോർ യുവർ സിംറ്റംസ് എന്ന് പറഞ്ഞൊരു ക്യാപ്ഷൻ കാണാം. അപ്പോൾ നമുക്കിതിൽ ഏതാണ് നമ്മൾ ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള കാരണം എന്നുള്ളത് നമ്മൾ കാറ്റഗറി സെലക്ട് ചെയ്ത് കൊടുക്കാം. അതുമല്ല എന്നുണ്ടെങ്കിൽ മോർ NHS സർവീസസ് നമുക്ക് കാണാം. വെയിറ്റിംഗ് ഫോർ എ 111 കോൾ ബാക്ക്. അതിൽ തന്നെ നമ്മൾ ഹെൽപ്പ് ഫോർ മൈ സിംറ്റംസ് ഓർ ഇഞ്ചുറി എന്നുള്ള കാറ്റഗറി ഇപ്പോൾ തൽക്കാലം സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. ചെക്ക് യുവർ സിംറ്റംസ് എന്ന് പറഞ്ഞിട്ടൊരു കുറച്ച് ഓപ്ഷൻസ് കാണിക്കുന്നുണ്ട്. ഡിപ്പെൻഡിങ് ഓൺ യുവർ സിംറ്റംസ് വി മൈറ്റ് അഡ്വൈസ് യു ടു കോൾ 999 ഓർ ഗോ ടു A&E, ഗോ ടു അർജന്റ് ട്രീറ്റ്മെൻറ്റ് സെൻറ്റർ, സീ ആൻ ഈവനിങ് ഓർ വീക്കെൻഡ് ഓർ ഔട്ട് ഓഫ് അവർ GP, book a call back from a nurse, get urgent specialist support for dental or mental health problems, contact your own GP surgery, see a pharmacist for help or look after yourself at home. ഇതിൽ ഏത് വേണമെങ്കിലും ആവാം നമ്മുടെ ട്രീറ്റ്മെൻറ്റ് പ്ലാൻ നമ്മൾ ഇവരെ കോൺടാക്ട് ചെയ്ത് കഴിയുമ്പോൾ. ഇനി അതും അല്ലാന്നുണ്ടെങ്കിൽ 111 വിളിക്കാനുള്ള ഒരു ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആണ്. ബട്ട് 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഇഫ് ദർ ഇസ് എൻ കോംപ്ലക്സ് മെഡിക്കൽ പ്രോബ്ലം, അതല്ലാന്നുണ്ടെങ്കിൽ എൻഡ് ഓഫ് ലൈഫ് കെയർ, അങ്ങനെയുള്ള കേസസിലാണ് നമുക്ക് 111 ഡയറക്റ്റ് വിളിക്കാനുള്ള ഒരു ഓപ്ഷൻ അവർ കാണിച്ചിരിക്കുന്നത്.
അപ്പോൾ ഈ ഇത്രയും തന്നിരിക്കുന്ന ട്രീറ്റ്മെൻറ്റ് പ്ലാനിൽ ഏത് ട്രീറ്റ്മെൻറ്റ് പ്ലാൻ വേണമെങ്കിലും നമ്മുടെ സിംറ്റംസ് അനുസരിച്ച് അവർ നമുക്ക് പ്രിഫർ ചെയ്യും. ഇനിയിപ്പോൾ നമ്മൾ സ്റ്റാർട്ട് നൗ കൊടുത്തു കഴിയുമ്പം ആദ്യം തന്നെ നമുക്ക് കാണിക്കുന്നത് ചെക്ക് ഇറ്റ് ഈസ് നോട്ട് ആൻ എമർജൻസി. എമർജൻസി അല്ല എന്ന് ആദ്യം ഉറപ്പ് വരുത്തുക. Call 999 now for any of these concerns. Sign of a heart attack, sign of a stroke, sudden confusion, suicide attempt, severe difficulty breathing, heavy bleeding, severe injuries, seizure, sudden or rapid swelling, labor or childbirth. ഈ പറയുന്ന എന്തെങ്കിലും കൺസേൺ അതിൻ്റെ താഴെ തന്നെ കൊടുത്തിരിക്കുന്ന സിംറ്റംസ് മീറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് 999 അതായത് എമർജൻസി ലൈനിലേക്ക് കോൺടാക്ട് ചെയ്യാനാണ് ഇവർ പറയുന്നത്. ഐ ഹാവ് നൺ ഓഫ് ദീസ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുത്താൽ മാത്രമാണ് നെക്സ്റ്റ് പേജിലേക്ക് നമുക്ക് 111ൻ്റെ ഓൺലൈൻ സർവീസിലേക്ക് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. ആദ്യം തന്നെ നമ്മളോട് വേറെ ആർ യു നൗ, നിങ്ങൾ ഇപ്പോൾ എവിടെയാണെന്നാണ് ചോദിക്കുന്നത്. നിങ്ങളുടെ വീടിൻ്റെ പോസ്റ്റ് കോഡല്ല, കറണ്ട് ലൊക്കേഷൻ യൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും അവൈലബിൾ ആണ്. ഇംഗ്ലണ്ടിലായിരിക്കണമെന്ന് നിർബന്ധമുണ്ട്. ഈ സർവീസിന് പോസ്റ്റ് കോഡും നിർബന്ധമാണ്. കറൻ്റ്ലി നമ്മൾ എവിടെയാണെന്ന് അറിഞ്ഞാലല്ലേ അവർക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുമ്പോൾ വാട്ട് ഈസ് യുവർ ഏജ് എന്ന് ചോദിക്കുന്നുണ്ട്. 5 വയസ്സിന് താഴെയുള്ളവരാണെങ്കിൽ 111ലേക്ക് ഉടനെ വിളിക്കുക. നെക്സ്റ്റ് കൊടുത്തു കഴിയുമ്പോൾ ഫീമെയിൽ ആണോ മെയിൽ ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. അത് കൊടുത്തു കഴിയുമ്പം നെക്സ്റ്റ് ഓപ്ഷനിലേക്ക് പോവാം. ഇനിയാണ് ഫൈൻഡ് ദ റൈറ്റ് ടോപ്പിക് എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ കൺസേൺ എന്താണെന്നുള്ളത് അവർ ചോദിക്കുന്നത്. ബ്രൗസ് കാറ്റഗറീസ്, പാർട്സ് ഓഫ് ദ ബോഡി, ഓരോ ശരീരഭാഗങ്ങൾ വെച്ചിട്ട് അവർ ഓരോന്നിനും ഓരോ സെക്ഷൻ ആയിട്ട് കാണിച്ചിട്ടുണ്ട്, ഓരോ ഹെഡിങ് പോലെ. അതർ പ്രോബ്ലംസ് എന്ന് പറഞ്ഞിട്ട് ഒരു ലിസ്റ്റ് ഓഫ് പ്രോബ്ലംസ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇനി ഈ പറയുന്നതിൽ ഒന്നും തന്നെ നമ്മളുടെ പ്രശ്നം ഇല്ലാന്നുണ്ടെങ്കിൽ അതിനും വേറൊരു ലിങ്ക് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. മോർ സീരിയസ് ആയിട്ടുള്ള കണ്ടീഷൻസ് റൂൾ ഔട്ട് ചെയ്യാനായിട്ടുള്ള വേറൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ തൽക്കാലത്തേക്ക് സ്കിൻ, ഹെയർ ആൻഡ് നെയിൽസ് എന്നുള്ള സെക്ഷൻ സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ അതിനകത്ത് വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അവർ അതിനകത്ത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സ്കിന്നിനകത്ത് തന്നെ വരാൻ സാധ്യതയുള്ള പ്രശ്നംസ്, അതുപോലെ തന്നെ താഴേക്ക് വരുമ്പോൾ നെയില്, അതുപോലെ തന്നെ താഴേക്ക് വരുമ്പോൾ ഹെയർ, അങ്ങനെ എല്ലാം തന്നെ അവർ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. പോസിബിളായിട്ട് 111 ഡീൽ ചെയ്യാൻ പറ്റുന്ന എല്ലാം തന്നെ അവർ അതിനകത്ത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ എനി പ്രോബ്ലംസ് എഫക്റ്റിംഗ് സ്കിൻ എന്ന് പറഞ്ഞ് സെലക്ട് ചെയ്യുമ്പം വി വിൽ നൗ ആസ്ക് യു ക്വസ്റ്റ്യൻസ് അബൌട്ട് യുവർ സിംറ്റംസ്. സം മൈറ്റ് നോട്ട് സീം റെലവൻറ്റ് ബട്ട് ദേ ഹെൽപ്പ് us റൂൾ തിങ്സ് ഔട്ട്. വി റൂൾ ഔട്ട് സീരിയസ് കണ്ടീഷൻസ് ഫസ്റ്റ്. ദ മോർ ക്വസ്റ്റ്യൻസ് ദർ ആർ ദ ലെസ് സീരിയസ് ഇറ്റ്സ് ലൈക്ലി ടു ബി. ഐ അണ്ടർസ്റ്റാൻഡ് എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിയുമ്പം അവർ നമുക്ക് ക്വസ്റ്റ്യനെയർ തരും. ആ ക്വസ്റ്റ്യനെയർ നമ്മൾ ഫില്ല് ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മളുടെ സിംറ്റംസിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ട്രീറ്റ്മെൻറ്റ് തരുന്നത്. അപ്പോൾ അതാണ് 111 സർവീസ്. ഇനി നമ്മൾ GP രജിസ്ട്രേഷൻ നോക്കുകയാണ്. ഇപ്പോൾ രജിസ്റ്റർ മൈ GP നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് NHS.UK ഒരു സൈറ്റ് കാണാം. അതിൽ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഹൗ ടു രജിസ്റ്റർ വിത്ത് എ GP സർജറി എന്നുള്ളൊരു പേജാണ് ഓപ്പൺ ആയി വരുന്നത്. എനിവൺ ഇൻ ഇംഗ്ലണ്ട് ക്യാൻ രജിസ്റ്റർ വിത്ത് എ GP സർജറി ടു ആക്സസ് NHS സർവീസസ്. ഇറ്റ് ഈസ് ഫ്രീ ടു രജിസ്റ്റർ. You do not need proof of address or immigration status or ID or any NHS number. ഹൗ ഇറ്റ് വർക്ക്സ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഡീറ്റെയിൽസ് അവർ കൊടുത്തിട്ടുണ്ട്. ഫൈൻഡ് എ GP എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആണ്. സർജറി എന്ന് പറയുന്നത് GP ക്ലിനിക്കിനെ തന്നെയാണ് കേട്ടോ. അതിനകത്ത് സർജറി എന്ന് കൊടുത്തിരിക്കുന്നത് കണ്ടിട്ട് ആരും തെറ്റിദ്ധരിക്കേണ്ട. സർജറി എന്ന് പറയുന്നത് GP ക്ലിനിക്കിനെയാണ്. ഡു ഐ നീഡ് എൻ ID ഓർ പ്രൂഫ് ഓഫ് അഡ്രസ്? No, you do not need any ID, an NHS number or proof of address to register. Some GP surgeries ask for supporting documentations as it can be help the surgery find your medical records or transfer them from your current GP if you are already registered with one. അപ്പോൾ അതിൻ്റെ പോസിബിലിറ്റീസ് ഒക്കെ അവർ കൊടുത്തിട്ടുണ്ട്. ക്യാൻ എ GP സർജറി റിഫ്യൂസ് ടു രജിസ്റ്റർ മീ? അതിൻ്റെ ആൻസേഴ്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. രജിസ്റ്ററിങ് ചിൽഡ്രൻ, ചേഞ്ചിങ് GP സർജറി, ഓൾറെഡി ഉള്ള സർജറിന്ന് നമ്മൾ മാറ്റി വേറൊരു GPയിലേക്ക് നമ്മൾ കൊടുക്കുന്നത്, ഓൾറെഡി ഉള്ള GPയിൽ നമ്മുടെ അഡ്രസ് ചേഞ്ച് അപ്ഡേറ്റ് ചെയ്യുന്നത്, രജിസ്റ്ററിങ് ആസ് എ ടെമ്പററി റെസിഡൻറ്റ് ഇഫ് യു ആർ വിസിറ്റിംഗ് ഫ്രം അബ്രോഡ്, ഇതായിരിക്കും നിങ്ങൾക്കുള്ള ലിങ്ക്. രജിസ്റ്ററിങ് സംവൺ യു കെയർ ഫോർ അണ്ടർ ദി മെൻ്റൽ കപ്പാസിറ്റി ആക്ട്, വേറൊരു ആളുടെ മെൻ്റൽ കപ്പാസിറ്റി കുറവായ ഒരാളുടെ പേരിൽ നമ്മൾ അവർക്ക് വേണ്ടി രജിസ്റ്റർ ചെയ്യുന്നത്. ഇനി ഹൗ ഇറ്റ് വർക്ക്സിനകത്ത് നമ്മൾ ഫൈൻഡ് എ GP കൊടുക്കുമ്പോൾ നമ്മുടെ പോസ്റ്റ് കോഡ് ചോദിക്കുന്നുണ്ട് നമ്മൾ എവിടെയാണെന്നുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ പോസ്റ്റ് കോഡ് ഒരെണ്ണം എൻ്റർ ചെയ്ത് കൊടുക്കുമ്പോൾ സെർച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മളിപ്പോൾ ഞാൻ കൊടുത്ത ST35N എന്ന് പറയുന്ന പോസ്റ്റ് കോഡിൻ്റെ പരിസരത്തുള്ള GPയുടെ ലിസ്റ്റാണ് വരുന്നത്. ഇപ്പോൾ 0.3 മൈൽസിൽ തുടങ്ങി ഒരു ലിസ്റ്റ് തന്നെ കൊടുത്തിട്ടുണ്ട് ആ പരിസരത്ത്, അതായത് ഈ പറയുന്ന പോസ്റ്റ് കോഡിൻ്റെ പരിസരത്ത് എത്ര GP സർജറീസ് ആണ് അവൈലബിൾ എന്നുള്ളത്. ഒരുപാട് അവൈലബിൾ ആണെന്ന് നമുക്ക് ഇതിനകത്ത് കാണാം. അപ്പം താഴേക്ക് വരുമ്പോഴത്തേക്കും ലാസ്റ്റ് വന്നേക്കുന്ന 5.4 മൈൽസ് എവേ ഉള്ള ഒരു GP ആണ്. അപ്പം ഒരു പോസ്റ്റ് കോഡ് നമ്മൾ കൊടുത്തു കഴിഞ്ഞപ്പോൾ നമുക്ക് അതിൻ്റെ ഏകദേശം ഒരു 5.5 മൈൽ ചുറ്റളവിലുള്ള എല്ലാ GPയുടെ ലിസ്റ്റ് കിട്ടി. നമ്മളിപ്പോൾ അതിൽ വില്ലോ ബാങ്ക് സർജറി എന്ന് പറയുന്ന GP സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ അഡ്രസ്സ് കാണിക്കുന്നുണ്ട്. ആ GP സർജറിനെ പറ്റിയുള്ള ഇൻഫർമേഷൻസ്, കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്.
ഫോൺ നമ്പർ, ഓൺലൈൻ ഹെൽത്ത് ഫോംസ്, അവർ ഒരു ദിവസം ഏതൊക്കെ ദിവസങ്ങളിൽ ഓപ്പൺ ആണ്, എത്ര മണി തൊട്ട് എത്ര മണി വരെ ഓപ്പൺ ആണ്, സ്പെസിഫിക് ബാങ്ക് ഹോളിഡേയ്സിൽ അവരുടെ വർക്കിംഗ് അവേഴ്സ് എങ്ങനെയാണെന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ഹൗ ടു രജിസ്റ്റർ വിത്ത് GP സർജറി, ചെക്ക് ദാറ്റ് യു ലീവ് ഇൻ ദിസ് GP സർജറീസ് കാച്ച്മെൻറ്റ് ഏരിയ. നമ്മുടെ വീടിൻ്റെ അഡ്രസ്സ് കൊടുത്തിട്ട് നമ്മൾ ഈ GP സർജറിയുടെ കാച്ച്മെൻറ്റ് ഏരിയയിലാണോ വരുന്നതെന്നുള്ളത് ചെക്ക് ചെയ്യുക. രജിസ്റ്റർ ത്രൂ വെബ്സൈറ്റ്. വേറെ എന്തൊക്കെ ഫോംസ് ആണ് നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ അവൈലബിൾ ആയിട്ടുള്ളത്, അതായത് നമുക്ക് നേരിട്ട് ചെന്ന് GPയിൽ രജിസ്റ്റർ ചെയ്യാം, ഫോൺ വിളിച്ച് GPയിൽ രജിസ്റ്റർ ചെയ്യാം, അങ്ങനെയുള്ള വഴികൾ. വാട്ട് യു വിൽ ബി ആസ്ക്ഡ് ഡ്യൂറിങ് ഓൺലൈൻ രജിസ്ട്രേഷൻ, എന്തൊക്കെ അവർ ചോദിക്കും. ഫോർ യുവർ നെയിം ആൻഡ് അഡ്രസ്, ഫോർ ദ നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദ GP യു ഹാവ് രജിസ്റ്റേർഡ് വിത്ത് ഇഫ് യു ഹാവ് ഓൾറെഡി, NHS നമ്പർ ഇഫ് യു നോ, ഫോർ ദ നെയിം ആൻഡ് അഡ്രസ് ഓഫ് എൻ എമർജൻസി കോൺടാക്ട്, അങ്ങനെ പല ഡീറ്റെയിൽസ് അവർ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ GP രജിസ്ട്രേഷനും കഴിഞ്ഞു. മൈ NHS ഹെൽത്ത് റെക്കോർഡ്സ് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത് നോക്കുവാണ്. NHS.UK സൈറ്റിൽ പോയിട്ട് വ്യൂ യുവർ GP ഹെൽത്ത് റെക്കോർഡ് എന്നുള്ള ഓപ്ഷനിൽ നമുക്ക് താഴേക്ക് ഇത് ഇങ്ങനെ കാണാം. നമ്മൾ 16 വയസ്സിന് മുകളിലുള്ള ഒരാളായിരിക്കണം, ഓൾറെഡി ഒരു GP സർജറിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരിക്കണം, എങ്കിലാണ് നമുക്ക് നമ്മുടെ NHS മൈ ഹെൽത്ത് റെക്കോർഡ്സ് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം എനിക്ക് ഓൾറെഡി ഒരു അക്കൗണ്ട് ഉള്ളത് കൊണ്ടാണ് ഞാൻ എൻ്റെ ഇമെയിൽ ID യും പാസ്വേഡും യൂസ് ചെയ്തിട്ട് ലോഗിൻ ചെയ്യുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് NHS മൈ ഹെൽത്ത് റെക്കോർഡ്സ് ആക്സസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ക്രിയേറ്റ് അക്കൗണ്ട് കൊടുത്താണ് ആക്സസ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇതേ നമ്മൾ യുവർ GP ഹെൽത്ത് റെക്കോർഡ്സിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ ഇമ്പോർട്ടൻറ്റ് നോട്ടീസ് കാണിക്കുന്നുണ്ട്. സെൻസിറ്റീവ് ഇൻഫർമേഷൻ കണ്ടെയ്ൻ ചെയ്യുന്ന ഫയൽസ് ഇതിനകത്ത് ഉണ്ടാവും. അതുകൊണ്ട് നമുക്കൊരു ആദ്യമേ തന്നെ ഒരു മുന്നറിയിപ്പ് തരുവാണ്. അപ്പോൾ ഇതിനകത്ത് കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ എപ്പോഴൊക്കെ അലർജി അഡ്വേഴ്സ് റിയാക്ഷൻസ് NHS ടെസ്റ്റ് ചെയ്ത് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ടോ അതൊക്കെയാണ് കാണിച്ചത്. ഇപ്പം ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ എനിക്ക് ഇതിനു മുമ്പ് അവിടെ നിന്ന് കിട്ടിയിട്ടുള്ള മരുന്നുകളാണ് ഈ അക്യൂട്ട് മെഡിസിൻസ് എന്നുള്ള സെക്ഷനകത്ത് കൊടുത്തിരിക്കുന്നത്. എന്നാണ് ഞാൻ അവിടെ പോയതെന്നും ഏതൊക്കെ മരുന്നാണ് തന്നത്, എത്ര ഗ്രാമാണ് തന്നതെന്നൊക്കെ ഡീറ്റെയിൽസ് അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. റിപ്പീറ്റ് മെഡിസിൻ ഞാനിപ്പോൾ ഏതാ എടുത്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. റിപ്പീറ്റ് മെഡിസിൻ ഡിസ്കണ്ടിന്യൂ ചെയ്ത് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് ഈ സെക്ഷനിൽ കാണാൻ പറ്റും. അതുപോലെ ഇമ്മ്യൂണൈസേഷൻസ് എന്തെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ, ഹെൽത്ത് കണ്ടീഷൻസ് എന്തൊക്കെയാണ് ഞാൻ GPയിൽ ഓൾറെഡി കോൺടാക്ട് ചെയ്തിരിക്കുന്നത്, എന്തൊക്കെ കൺസേൺസിനാണ്, എന്തൊക്കെ ഡേറ്റിൽ, ഏത് സമയം, ഏത് വർഷം, എന്തായിരുന്നു അതിൻ്റെ സിഗ്നിഫിക്കൻസ്, കഴിഞ്ഞു പോയതാണോ, ഇപ്പോഴും ആക്റ്റീവ് ആണോ, എന്നാണത് തീർന്നത് കേസ്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഓരോ വിസിറ്റാണ് ഈ ഓരോ ബാറായിട്ട് കാണിക്കുന്നത്. അടുത്തത് ടെസ്റ്റ് റിസൾട്ട്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ പോയി കഴിഞ്ഞാൽ 2025 മെയ്യിൽ എൻ്റെ ബ്ലഡ് ടെസ്റ്റിൻ്റെ റിസൾട്ട് വന്നേക്കുന്നതാണ് ഈ കാണിച്ചിരിക്കുന്നത് മുഴുവൻ. അതുപോലെ തന്നെ താഴേക്ക് പോയി കഴിഞ്ഞാൽ മെയ് എന്നുള്ളത്, അതിന് തൊട്ട് മുന്നേ ഞാൻ എപ്പോഴാണോ GPയിൽ ടെസ്റ്റ് ചെയ്തത്, മാർച്ച്, അതിനു മുന്നേ ഞാൻ എന്തൊക്കെ ടെസ്റ്റ് ചെയ്തു, എപ്പോഴൊക്കെ ടെസ്റ്റ് ചെയ്തു എന്നുള്ളത് മന്ത്ലി വൈസ് കൊടുക്കും കലണ്ടർ ഇയറിൻ്റെ. അതല്ലാന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷത്തെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ ഇയർലി വൈസ് കൊടുക്കും. ഇതിപ്പോൾ ഫെബ്രുവരിയിലത് കഴിഞ്ഞു. അതുപോലെ നമുക്കിനി വ്യൂ ഓൾ ടെസ്റ്റ് റിസൾട്ട്സ് എന്നുള്ള എടുത്തു കഴിഞ്ഞാൽ 2022 ഞാനിവിടെ GPയിൽ രജിസ്റ്റർ ചെയ്തപ്പോൾ തൊട്ടുള്ള എല്ലാ ടെസ്റ്റ് റിസൾട്ട്സും നമുക്കതിനകത്ത് കാണാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ബ്ലഡ് കൗണ്ടിൻ്റെ റിസൾട്ട് ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലത്തെ പോലെയല്ല, ഇവരിവിടെ ഒരു ഗ്രാഫ് പോലെയാണ്, ഇങ്ങനെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിൽ റെഫറൻസ് റേഞ്ച് കൊടുത്തിട്ടുണ്ട്, നമ്മുടെ റേഞ്ച് അതിൽ ഏതാണെന്ന് കൊടുത്തിട്ടുണ്ട്. ഈ നടുക്ക് കാണുന്ന പച്ചയാണെങ്കിലാണ് എക്സാക്റ്റ് നമ്മൾ റേഞ്ചിലാണെന്നുള്ളത്. ഇതിപ്പോൾ എൻ്റെ ഇസ്നോഫിൽസിൻ്റെ കൗണ്ട് കൂടുതലായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ അതിനകത്തുള്ള വാട്ട് ഈസ് ബീയിങ് ടെസ്റ്റഡ് എന്നുള്ളതും എന്തുകൊണ്ട് ഇസ്നോഫിൽസിൻ്റെ കൗണ്ട് ചെക്ക് ചെയ്യുന്നു എന്നുള്ളതുമുള്ള ലിങ്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇതിപ്പോൾ ഹിസ്റ്ററിയാണ് കാണിക്കുന്നത്. 2024 ജനുവരിയിൽ ഞാൻ ഇസ്നോഫിലിയ ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് ഇതിനെക്കാട്ടി കുറവായിരുന്നു. 0.50 ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അത് 0.79 ആയി ഒരു വർഷം കൊണ്ട്. അപ്പോൾ അതാണ് പാസ്റ്റ് ഹിസ്റ്ററി കാണിക്കുന്നത്. അതുപോലെ നമുക്ക് എല്ലാ ടെസ്റ്റ് റിസൾട്ട്സും ഇതിനകത്ത് അവൈലബിൾ ആണ്. ഇനിയിപ്പോൾ നമ്മൾ ടെസ്റ്റ് റിസൾട്ട്സ് കഴിഞ്ഞു. നെക്സ്റ്റ് നമ്മൾ കൺസൾട്ടേഷൻ ആൻഡ് ഇവൻറ്റ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആരെയൊക്കെ കണ്ടു, എന്നൊക്കെ കണ്ടു, എന്താണ് നമ്മൾ അവരുമായിട്ട് സംസാരിച്ചത്, എന്തൊക്കെ മെഷേഴ്സാണ് അവർ നമുക്ക് പറഞ്ഞു തന്നത്. അങ്ങനെ നമ്മൾ കൺസൾട്ടേഷൻ റൂമിൽ ഇരിക്കുമ്പോൾ നമ്മൾ ഡോക്ടറുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അവർ ടൈപ്പ് ചെയ്യുന്ന ഇൻഫർമേഷനാണിത്. നമുക്കത് കാണാം അവർ ടൈപ്പ് ചെയ്യുന്നത്. നമ്മളോട് ചോദിക്കുന്ന ചോദ്യങ്ങളും നമ്മൾ തിരിച്ച് പറയുന്ന മറുപടികളും നമ്മുടെ കേസ് ഹിസ്റ്ററി എല്ലാം അവർ ടൈപ്പ് ചെയ്ത് വെക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് ഇതിനകത്ത് കാണാം. അതുപോലെ അവൈലബിൾ ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ആണിത്. ഇതിനകത്ത് ഇപ്പം ഞാൻ ജൂൺ 13 ഡോക്യുമെൻ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം. നമുക്കിത് ഓപ്പൺ ചെയ്യുമ്പോൾ വ്യൂ ചെയ്യാനും ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് അവൈലബിൾ. അതിൽ വ്യൂ ചെയ്യുമ്പം ഇതിപ്പോൾ എൻ്റെ ബയോപ്സിയുടെ റിസൾട്ടാണ്. വി ആർ റൈറ്റിംഗ് ടു ഇൻഫോം യു ദാറ്റ് ദി ഇൻവെസ്റ്റിഗേഷൻ റിസൾട്ട് ആർ നൗ ഔട്ട്. We are pleased to tell you that this indicates that there is no evidence of cancer or cause of concern. ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ട് അവരെനിക്ക് അയച്ചു തന്ന ഡോക്യുമെൻ്റ് ആണ്. ഇതെനിക്ക് ലെറ്ററായിട്ട് വീട്ടിലും
കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓൺലൈനായിട്ട് ഇതിനകത്തും ഡൗൺലോഡ് ചെയ്യാൻ അവൈലബിൾ ആയിരുന്നു റിസൾട്ട്സ്. അപ്പോൾ അതാണ് നമ്മുടെ ഡോക്യുമെന്റ് സെക്ഷനിലുള്ളത്. അതുപോലെ തന്നെ വെയിറ്റിംഗ് ലിസ്റ്റ്, മെസ്സേജസ് എല്ലാം നമുക്ക് കാണാം. ഇതിപ്പോൾ ഞാൻ ഓൾറെഡി ബുക്ക് ചെയ്തിരിക്കുന്ന ഒരു അപ്പോയിൻമെന്റ് ആണ്. എന്നെ ഏപ്രിൽ 3, 2025 റെഫർ ചെയ്തിരിക്കുന്നത്. വെയിറ്റിംഗ് ഫോർ അപ്പോയിൻമെന്റ്, വെയിറ്റിംഗ് ആവറേജ് ടൈം 22 വീക്സ് ആണ് കാണിച്ചിരിക്കുന്നത്. ദിസ് ഈസ് ദ ആവറേജ് വെയിറ്റിംഗ് ടൈം ഫോർ ദിസ് ഡിപ്പാർട്ട്മെന്റ് അറ്റ് ദിസ് ഹോസ്പിറ്റൽ. പീപ്പിൾ ആർ ട്രീറ്റഡ് ഇൻ ഓർഡർ ഓഫ് ക്ലിനിക്കൽ പ്രയോറിറ്റി. യു മേ വെയിറ്റ് ലെസ് ദാൻ ദിസ് ടൈം ഓർ മേ വെയിറ്റ് ലോങ്ങർ. ഇങ്ങനെയാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 22 ആഴ്ച എന്നൊക്കെ പറയുമ്പോൾ ഏകദേശം ഒരു ഓൾമോസ്റ്റ് 6 മാസം അടുത്തായി. അതുപോലെയാണ് അത്ര സീരിയസ് അല്ലാന്ന് അവർക്ക് ഫീൽ ചെയ്യുന്ന കൺസേൺസ് അവർ ട്രീറ്റ് ചെയ്യാം. ബിക്കോസ് അവർ പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു ക്ലിനിക്കൽ പ്രയോറിറ്റിയുടെ ബേസിലാണ് വെയിറ്റിംഗ് ലിസ്റ്റിൽ ആൾക്കാരെ ഇടുന്നത്. ഇതിപ്പോൾ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈവൻറ്റ്സ് ആൻഡ് മെസ്സേജസ് എന്നുള്ള ഓപ്ഷനകത്ത് നമ്മൾ ഹോസ്പിറ്റലിൽ എത്ര തവണ പോയി എന്നൊക്കെ പോയി, എപ്പോഴും നമ്മൾ അഡ്മിറ്റ് ചെയ്തു, എപ്പോൾ നമ്മൾ റിലീവ് ചെയ്തു എല്ലാം കാണും. ഇതിപ്പോൾ രാവിലെ 9 മണിക്ക് ഞാൻ ആക്സിഡൻ്റ് ആൻഡ് എമർജൻസിയിൽ പോയിട്ട് വൈകിട്ട് 3 മണിക്കിന് തിരിച്ച് അവർ ഡിസ്ചാർജ് ചെയ്താണ് കാണിച്ചേക്കുന്നത്. അതുപോലെ ഈ ആംബുലൻസ് കാണിക്കുന്ന എല്ലാ എമർജൻസിയിൽ പോയതും ഈ പച്ച കാണിക്കുന്നത് അഡ്മിറ്റ് ചെയ്തതുമാണ്. എല്ലാ ദിവസവും ഒത്തിരി ലേറ്റ് ആകുമെന്നല്ല, ഇത് കണ്ടോ 10:30 അഡ്മിറ്റ് ചെയ്തിട്ട് 12:30 എന്നെ വിട്ടിട്ടുണ്ട് എമർജൻസിന്ന്. ആ പച്ച കളറിൽ കാണിച്ചിരിക്കുന്നത് അഡ്മിറ്റ് ചെയ്തത് മാത്രമാണ്. ഇത് ഹോസ്പിറ്റലിലെ മാത്രമാണ് കേട്ടോ. ഇത് GPയിലുള്ളതല്ല. ഇത് ഹോസ്പിറ്റലിലെ മാത്രം അപ്പോയിൻമെന്റ്സ് ആണ് കാണിച്ചേക്കുന്നത്. നമുക്കിപ്പം ഹോമിൽ തന്നെ വേറൊരു ഓപ്ഷൻ ഉണ്ട്. തിങ്ക് ഫാർമസി ഫസ്റ്റ് എന്ന് പറഞ്ഞിട്ട്, ഹൗ ഫാർമസീസ് ക്യാൻ ഹെൽപ്പ് യു, ട്രീറ്റ്മെന്റ് ഫ്രം എ ഫാർമസിസ്റ്റ്. എന്തൊക്കെയാണ് ഫാർമസിസ്റ്റിന് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നത്? ഹെൽപ്പ് വിത്ത് ന്യൂ മെഡിസിൻസ്, ഗെറ്റിംഗ് കോൺട്രാസെപ്റ്റീവ് പിൽസ്, എമർജൻസി കോൺട്രാസെപ്ഷൻ, ഗെറ്റ് എ ബ്ലഡ് പ്രഷർ ഫ്രീ ചെക്ക്, മോർ സർവീസസ്, മോർ ഇൻ ഫാർമസീസ്. അങ്ങനെ പല ഓപ്ഷൻസ് അതിനകത്ത് അവൈലബിൾ ആണ്. അപ്പം നമുക്ക് ഒരു ഹോസ്പിറ്റലിലോ GPയിലോ പോകാണ്ട് ഫാർമസിയിൽ തന്നെ ചെയ്യാനുള്ള കാര്യങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബിക്കോസ് ഒരുപാട് പേർക്ക് ഇതിനെക്കുറിച്ച് യാതൊരു ഐഡിയയും ഇല്ല എന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ടാണ് കുറച്ച് പേർക്കെങ്കിലും ഇത് ഹെൽപ്ഫുൾ ആവട്ടെ എന്ന് കരുതിയിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ എനിക്കിതൊന്നും ആരും പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ ഈ വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. വേറെ ആർക്കെങ്കിലും ഒക്കെ ഈ വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവർക്കും കൂടി ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഇനിയും കാണാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരയ്ക്കും എല്ലാവർക്കും ടാറ്റ.